നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫ്രീ സ്റ്റൈൽ ടൂർണമെൻറ്റിൻ്റെ 4ാം റൗണ്ടിൽ പ്രഗ്നാനന്ദയും മാഗ്നസ് കാൾസനും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. 10 മിനിറ്റും 10 സെക്കൻഡ് ഇൻക്രിമെൻറ്റുമാണ് ടൈം കൺട്രോൾ. ഇത് ചെസ് 960 അല്ലെങ്കിൽ ഫിഷർ റാൻഡം ചെസ് എന്ന ചെസ് വേരിയൻ്റ് ആണ്. ഈ വേരിയന്റിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് പോകാം. ഈ ഗെയിമിൽ പ്രഗ്നാനന്ദ വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. പ്രഗ്നാനന്ദ നൈറ്റിനെ B3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. കാൾസനും നൈറ്റിനെ B6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു, ബ്ലാക്കും D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് F3 മൂവ് ചെയ്തുകൊണ്ട് E4 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിന്റെയും ക്വീനിന്റെയും ഡയഗണൽ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ പ്രഗ്നാനന്ദ വേഗത്തിൽ A5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. കാൾസൺ അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട്. വൈറ്റ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ബിഷപ്പ് വെച്ച് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാം. എന്നാൽ പ്രഗ്നാനന്ദ ഇപ്പോൾ തന്നെ ആ പോണിനെ നേടിയെടുക്കുന്നില്ല. ആദ്യം റൂക്കിനെ A1ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. കാൾസൺ D6 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ ക്വീൻ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കാണ്. ബ്ലാക്ക് അറ്റാക്കുള്ള റൂക്കിനെ A8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ഈ നൈറ്റ് പിന്നിങ്ങിലായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വൈറ്റിൻ്റെ ഈ B3യിലെ നൈറ്റിന് എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാൾസൺ വേഗം ആ നൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം C5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ C4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് വരുന്നതോടെ ആ നൈറ്റ് ട്രാപ്പിലാകും. വൈറ്റ് അത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് അടുത്ത നൈറ്റിനെ E3യിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് C4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. കാൾസൺ ആ നൈറ്റിനെതിരെ വീണ്ടും ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം F6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. കാൾസന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് പ്രഗ്നാനന്ദയും കളിക്കുന്നത്. പ്രഗ്നാനന്ദ ഇവിടെ ആദ്യം D3 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം C4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളിലൂടെ കൊണ്ടുവരുന്നു. ഇവിടെ കാൾസൺ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റിനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B3യിലെ നൈറ്റിനെ 2 പീസിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ആ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ പ്രഗ്നാനന്ദ ഇവിടെ ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ആദ്യം C4 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം തന്നെ ആ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടൊന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. പ്രഗ്നാനന്ദ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത മുമ്പിൽ ഈ D6ലെ പോൺ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ബ്ലാക്ക് അത് തടയാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ A6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രഗ്നാനന്ദ വേഗം തന്നെ ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുകയാണ്. ക്വീനെ B4ലേക്ക് കൊണ്ടുവന്ന് പോണിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെയാണ് ഗെയിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാൾസൺ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതോടൊപ്പം വളരെ മികച്ച ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ക്വീൻ വെച്ചോ ബിഷപ്പ് വെച്ചോ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ഈ പിന്നിങ്ങിലുള്ള നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ആ നൈറ്റ് വെച്ച് തന്നെ ആ റൂക്കിനും സപ്പോർട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ടുപേർക്കും നല്ല ടൈം പ്രഷറുണ്ട്. ഇത്രയും ചെറിയ സമയത്തിനുള്ളിലാണ് ഇവർ ഇത്രയും മികച്ച മൂവുകൾ കണ്ടെത്തുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം കാൾസൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രാപ്പ് എന്താണെന്നും പ്രഗ്നാനന്ദ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് നൈറ്റിനെ C5ലേക്ക് കൊണ്ടുവന്നത് ഈ റൂക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണെന്ന് കരുതി ആ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ വിട്ടില്ല. ഇവിടെ ബ്ലാക്ക് ടാർഗറ്റ് ചെയ്യുന്നത് ഈ റൂക്കിനെ അല്ല, പകരം ക്വീനെയാണ്. അടുത്ത മൂവിൽ നൈറ്റ് വെച്ച് ഈ D3യിലെ പോണിനെ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ചെക്കാണ് ബ്ലാക്കിൻ്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ ഈ റൂക്കുകൾ തമ്മിൽ അറ്റാക്കിലായതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ ഒരു ചെക്കോടുകൂടി വൈറ്റിൻ്റെ റൂക്കിനെ വിട്ടെടുക്കാനും ബ്ലാക്കിന് അവസരമുണ്ട്. എന്നാൽ പ്രഗ്നാനന്ദ അടുത്ത ഒറ്റ മൂവിൽ തന്നെ ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ്. നൈറ്റ് വെച്ച് D6ലെ പോണിനെ എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതിപ്പോൾ ഫോർക്കിൻ ചെക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിനെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. റൂക്ക് വെച്ച് നൈറ്റിനെ വിട്ടേണ്ടി വരുന്നു. ഈ സമയത്ത് വൈറ്റ്
ഒരു ചെക്കോട് കൂടി ആ നൈറ്റ് നൈറ്റ് എടുക്കുന്നു. ശരിക്കും അതൊരു സാക്രിഫൈസ് അല്ല, ഒരു നൈറ്റ് എക്സ്ചേഞ്ച് തന്നെയാണ്. ആ എക്സ്ചേഞ്ചിൽ വൈറ്റിനിപ്പോൾ ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ റുക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ആണെങ്കിൽ ഈ B5 പോണോട് നഷ്ടമാകും. അതുകൊണ്ട് ക്വീനെ വെച്ച് ബ്ലോക്കാണ്. ക്വീനെ C6 കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം റൂക്കിനെ A8 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ D7 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ D7 മൂവ് ചെയ്യുന്നതിന് പകരം ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ B7 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീന് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് കിങ്ങിനെ D7 മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീന് വെച്ച് B5 പോണിനെ കൂടെ വെട്ടിയെടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ക്വീനെ വെച്ച് ക്വീനോട്ടൊന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. ഇതോടെ വൈറ്റിനൊരു പാസ്ഡ് പോൺ കിട്ടിയിട്ടുണ്ട്. ആ പോണിനെ ഇപ്പോൾ റൂക്ക് വെച്ച് തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ഇങ്ങനെ ഒരു പിൻ വരുമ്പോൾ ഒരു റൂക്ക് കൂടെ നഷ്ടമാകും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ച് തന്നെ പോണിനെ തടയാൻ ശ്രമിക്കുകയാണ്. കിങ്ങിനെ C7 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ A7 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ B6 മൂവ് ചെയ്തുകൊണ്ട് പോണിനെയും റൂക്കിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്ക് വെച്ച് G7 പോണിട്ട് എടുക്കുന്നു. ബ്ലാക്ക് കിങ് വെച്ച് പാസ്ഡ് പോണിട്ട് എടുക്കുന്നു. ഇപ്പോഴും വൈറ്റിന് 2 പോണുകൾ കൂടുതലുണ്ട്. വൈറ്റ് ഇവിടെ കാസ്റ്റിങ്ങിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ ഇപ്പോൾ E2 ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ കിങ്ങിനെ മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ചെക്കിനുള്ള സാധ്യത ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ബിഷപ്പിനെ C2 ഡെവലപ്പ് ചെയ്യുന്നു. കാൾസൺ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ C6 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ എടുക്കാം. ഇനി കാസ്റ്റിംഗ് ചെയ്യാതെ വേറെ എന്തെങ്കിലുമാണ് മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ബിഷപ്പിനെ B3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനും ഒരു ബിഷപ്പിനെ നേടിയെടുക്കാനും ബ്ലാക്കിന് അവസരമുണ്ട്. അങ്ങനെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ B1 മൂവ് ചെയ്യുന്നു. ഇവിടെ കാൾസൺ ഒരു ബിഷപ്പ് എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാണ്. അതിനായിട്ട് ബിഷപ്പിനെ A2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ് വെച്ച് ബിഷപ്പിലിട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചോട്ടുന്നു. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. വൈറ്റ് ബിഷപ്പിനെ H4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ F8 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ H7 പോണുള്ള സപ്പോർട്ട് നഷ്ടമായെങ്കിലും വൈറ്റ് റൂക്ക് വെച്ച് ആ പോണിട്ടാണെങ്കിൽ ബ്ലാക്കിനും റൂക്ക് വെച്ച് വൈറ്റിൻ്റെ G2 പോണിട്ട് എടുക്കാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് പോണിട്ടുന്നില്ല. പകരം കിങ്ങിനെ B1 കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D2 മൂവ് ചെയ്തുകൊണ്ട് D3 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം മറ്റൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് H1 റൂക്കിനെ C1 കൊണ്ടുവരുന്നു. ഇതോടെ C5 പൂർണ്ണമായും വൈറ്റിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇനി അടുത്ത റൂക്കിനെ കൂടെ D7 കൊണ്ടുവന്ന് ഒരു ഡബിൾ അറ്റാക്കാണ് ലക്ഷ്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് ബിഷപ്പിനോട് നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ B6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോഴും ഇവിടെ ഒരു പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പ്ലാൻ ചെയ്ത് അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. റൂക്കിനെ D7 കൊണ്ടുവരുന്നു. ഇതോടെ ഒരേ സമയം വൈറ്റിൻ്റെ 2 പോണുകൾ അറ്റാക്കിലായിരിക്കുകയാണ്. ബ്ലാക്ക് റൂക്ക് വെച്ച് D3 പോണിട്ട് എടുക്കുന്നു. വൈറ്റ് റൂക്കിനെ D5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കിങ്ങിനെ ഏത് സ്കോറിലേക്ക് മാറ്റണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ഇപ്പോൾ B4 മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോട് കൂടി ബിഷപ്പിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ A4 മൂവ് ചെയ്താലും കിങ്ങിനെ A2 മൂവ് ചെയ്തുകൊണ്ട് ഈ 2 സ്കോർ കൺട്രോൾ ചെയ്ത ശേഷം ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മെന്റിന് സാധ്യതയുണ്ട്. ബ്ലാക്ക് ഇവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്കോറിലേക്ക് തന്നെയാണ് കിങ്ങിനെ മാറ്റുന്നത്. കിങ്ങിനെ A6 മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ കിങ്ങും ബിഷപ്പും ഒരേ റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് റൂക്കിനെ D6 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ പിൻ ചെയ്യുന്നതോടൊപ്പം F6 പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത റൂക്ക് കൂടെ C6 വരികയും ഈ അറ്റാക്ക് സ്ട്രോങ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ B5 തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പ് വെച്ച് F6 പോണിട്ട് എടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D2 കൊണ്ടുവന്ന് G2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പ് വെച്ച് E5 പോണിനെ കൂടെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് G2 പോണിട്ട് എടുക്കുന്നു. അതിനുശേഷം റൂക്കിനെ D5 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ A6 തന്നെ തിരിച്ചുകൊണ്ടുപോകുന്നു. ഇനിയും ഈ D5 റൂക്ക് വെച്ച് തന്നെ ആ ബിഷപ്പിനെ പിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് B5 തന്നെ കിങ്ങിനെ തിരിച്ചുകൊണ്ടുവരാം. അങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ D5 റൂക്കിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല. പകരം അടുത്ത റൂക്കിനെ C6 കൊണ്ടുവന്ന് ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്താലും കിങ്ങിന് A2 മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ തന്നെ
ഇങ്ങനൊരു ചെക്ക് കൊടുക്കുന്നില്ല. പകരം കിങ്ങിനെ B7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ H6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്ക് റൂക്ക് പോയി ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് A2ലേക്കും അടുത്ത റൂക്ക് പോയി ചെക്ക് കൊടുക്കുകയാണെങ്കിൽ B3ലേക്കും വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെക്കിന് ശ്രമിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ റൂക്കിനെ F7ലേക്ക് കൊണ്ടുവന്ന് ഈ അറ്റാക്കിലുള്ള പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ റൂക്ക് B5ലേക്ക് വന്ന് ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ വരുന്നതോടെ ഈ അറ്റാക്ക് വീണ്ടും സ്ട്രോങ് ആകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പോണിനെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം റൂക്കിനെ G6ലേക്ക് കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിനെതിരെയുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം H7ലെ പോണിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ A6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റിൻ്റെ F3ലെ പോൺ അറ്റാക്കിലാണ്. വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ ബിഷപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ A2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് E4ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ പ്രജ്ഞാനന്ദ ഇപ്പോഴും ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ തന്നെ ടാർഗറ്റ് ചെയ്യാണ്. റൂക്കിനെ H6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ഈ ബിഷപ്പിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോഴും ആ പോണെ നേടിയെടുക്കുന്നില്ല. പകരം കിങ്ങിനെ B7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ വീണ്ടും പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. ഈ സമയത്ത് റൂക്കിനെ B5ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ വീണ്ടും പിൻ ചെയ്തതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇനി എന്തായാലും ബ്ലാക്കിന് ആ ബിഷപ്പിനെ രക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്താലും കിങ്ങിന് B3ലേക്ക് മൂവ് ചെയ്യാം. അതിനുശേഷം റൂക്കിനെ A6ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും വൈറ്റിന് ബിഷപ്പ് വെച്ച് D4ലെ പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് തന്നെ ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ കഴിയും. ഇതോടെ ബിഷപ്പിനെതിരെ 3 അറ്റാക്ക് ആവും. ഇപ്പോൾ റൂക്ക് വെച്ച് E4ലെ പോണിനെ എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുത്താലും വൈറ്റിനിവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ചെക്കാണ്. കിങ് ഇപ്പോൾ ചെക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും റൂക്കിന് എന്തായാലും ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റിന് ഇനി കിങ് വെച്ച് ആ ബിഷപ്പിനെ കൂടെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ അങ്ങനെ നോക്കിയാലും വൈറ്റിന് ഒരു എക്സ്ട്രാ പീസും എക്സ്ട്രാ 3 പോണുകളും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലൂടെ ആ റൂക്കിനെ നേടിയെടുക്കാൻ ശ്രമിച്ചാലും വൈറ്റിന് ഇതിലേതെങ്കിലും പോണുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് റൂക്ക് വെച്ച് ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ വന്നപ്പോൾ തന്നെ കാൾസൺ തോൽവി സമ്മതിച്ചത്.